IG presents Tamasha Bazaar, powered by Jipro Amazing Ceiling Designs. ജെനിഫർ വാവയ്ക്കിന്നല്ലോ നല്ല നാള് പിറന്നാള്. എന്റെ ബർത്ത്ഡേ ആയിട്ട് ഇങ്ങനെ കൈ വീശിയാണോ വരുന്നത്? ഇവരൊക്കെ ഗിഫ്റ്റ് തന്നു. ഗിഫ്റ്റ് ഒന്നും ഇല്ല. കൈ വീശിയല്ലാണ്ട് കാല് വീശി വരാൻ പറ്റുമോ? നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്നെയോ കടയിൽ എങ്ങനെ വന്നിട്ടുണ്ടോ? ഞങ്ങളുടെ വീട്ടില് തുണി അലക്കാം അമ്മ. അത് ഞാനല്ല. അമ്മയില്ലാത്തൊരു വിധവനാണ് എന്നെ അനുഗ്രഹിക്കണം. അല്ല, അമ്മയില്ലാത്തൊരു മകനാണ് എന്നെ അനുഗ്രഹിക്കണം. ചതിയാ നീ മിണ്ടിപ്പോരുത്. നീ എന്ത് ചതിച്ച്? എനിക്ക് ഒറ്റ മുണ്ട് ഉടുക്കാനേ അറിയാവുള്ളൂ. ഇവനറിയാം. അന്റെ കല്യാണത്തിന് അവൻ ഡബിൾ മുണ്ട് മേടിച്ചാണ്. നീ എന്ത് വർത്താനോടാ പറയണേ? എന്റെ രണ്ട് പിള്ളേരെ തന്റെയാണത്. എടീ അവസാനം ആഗ്രഹമുണ്ട്, ഒരു ക്ലാപ്പ് അടിച്ചോട്ടാ. കൊണ്ടുപോയി നിന്റെ അല്ല, കുഞ്ഞു വാവയ്ക്കിന്നല്ലോ നല്ല നാള് പിറന്നാള്. ജെനിഫർ വാവയ്ക്കിന്നല്ലോ നല്ല നാള് പിറന്നാള്. കുഞ്ഞി വെച്ചതാരാണ് പിന്നരിപ്പും തലപ്പാവ്. ജെനിഫർ വാവ, ജെനിഫർ വാവ, നമ്മുടെ ജെനിഫർ വാവയ്ക്കിന്നല്ലോ നല്ല നാള് പിറന്നാള്. വാവേ 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 ജെനിഫർ വാവേ, പിറന്നാള് കുട്ടിയേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ജെനിഫർ വാവേ, ജെനിഫർ വാവേ വാവേ, ജെനിഫർ വാവേ വാവേ നല്ല പിറന്നാള്. അപ്പൊ ഇന്നാണ് ജനിച്ച ഡേ. ജനിച്ചടിയാ? ബർത്ത്ഡേ. ആര് ബർത്ത്ഡേ? ബർത്ത്ഡേ അല്ലടാ, അവളുടെ ബർത്ത്ഡേ. ഓ, ബർത്ത്ഡേ. എടാ, എല്ലാവർക്കും ബർത്ത്ഡേ ബർത്ത്ഡേ എന്ന് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമായിരിക്കുള്ളൂ. പക്ഷെ എനിക്ക് എന്റെ ബർത്ത്ഡേ എന്ന് കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര വിഷമോടാ. എന്താ മലയാളി? നിനക്കറിയാമോ, എന്റെ 12ാമത്തെ ബർത്ത്ഡേ തന്ന എന്റെ അപ്പനെ ഞങ്ങക്ക് നഷ്ടമാണോ? അയ്യോ, എന്നാ പറ്റിയ സംഭവം പറ. ഭയങ്കര കഥയാണത്. അത് പറയും. അതായത് എന്റെ 12ാമത്തെ ബർത്ത്ഡേ എന്റെ അപ്പനൊരു ആഗ്രഹം, അന്ന് വരെ തോന്നാത്ത ആഗ്രഹമാണേ, എന്റെ ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കണമെന്ന്. അന്നമ്മേ, ഇവന്റെ ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കണമെന്ന് അമ്മച്ചിനോട് പറഞ്ഞ് അമ്മച്ചി അതനുസരിച്ച് നല്ല അടിപൊളി വൈറ്റ് ക്രീമൊക്കെ വെച്ച് അതിന്റെ മീതെ ഉണക്ക മുന്തിരിങ്ങയൊക്കെ വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കി. ഉണക്കമീൻ വെച്ചിട്ടോ? ഉണക്കമീൻ വെച്ചിട്ടല്ല, ഉണക്കമീൻ വെച്ചിട്ട് ചാറല്ലേ, ഇത് ഉണക്ക മുന്തിരി വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കി. ഉണക്കമുന്തിരി വെക്ക് മുകളില് ഉണക്കമുന്തിരിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഉഗ്ര കേക്ക്. ഈ കേക്ക് അങ്ങോട്ട് കൊണ്ട് വെച്ചതും അപ്പൻ അതിൽ നിന്ന് 2 ഉണക്കമുന്തിരി എടുത്ത് അങ്ങോട്ട് കഴിച്ചു. ഭയങ്കര കൊതിയൻ തന്നെ. അതല്ല, അതിന്റെ ആ ഒരു ഇതിന് വേണ്ടിട്ട് എന്നിട്ട് അപ്പൻ ഇങ്ങനെ ഉഷാറായിട്ട് അവിടെ കൂടി നടക്കണേ, എന്തോ തീരുമാനിച്ചുറച്ചതുപോലെ എനിക്ക് തോന്നി, എന്തോ പന്തികളുണ്ടല്ലോ എന്ന്. അപ്പൻ അവിടെ ബലൂൺ കെട്ടുന്നു, തോരണം തൂക്കുന്നു, അതിന്റെ ഇടയിൽ വന്ന് ഉണക്കുന്തിരി തിന്നുന്നു, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളി. പെട്ടെന്ന് ഇടിവെട്ടി മഴ പെയ്തു. ഇടിവെട്ടി മഴ പെയ്ത് കഴിഞ്ഞപ്പോ പുള്ളി ഇത് നോക്കിയിട്ട് പറഞ്ഞ്, നല്ല ഇടിവെട്ട് കേക്കാണല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും ഒരു ഉണക്കുന്തിരി എടുത്ത് കഴിച്ചു. എന്റെ അമ്മ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണുണ്ട്. കാരണം അമ്മയുടെ ജീവനാണല്ലോ അപ്പൻ. അപ്പനില്ലാതെ അമ്മയില്ല, അമ്മയില്ലാതെ അപ്പനില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ ഇവര്. ഒരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ നീങ്ങാണ്. അപ്പൊ കേക്ക് മുറിക്കേണ്ട സമയമായപ്പോ അപ്പൻ ഞങ്ങളെ മക്കളെയൊക്കെ കൂടി അടുത്ത് വിളിച്ചിട്ട് അപ്പൻ അങ്ങോട്ട് എന്താണ് സങ്കടം അങ്ങോട്ട് കൂടിയിട്ട് കണ്ണൊക്കെ നിറഞ്ഞിട്ട് പറഞ്ഞു, മക്കളെ, അപ്പന്റെ അവസാനത്തെ ആഗ്രഹോടാ, ഈ കേക്കിലിരിക്കണ അവസാനത്തെ ഉണക്കുമുന്തിരി അപ്പനെടുത്ത് കഴിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് അതെടുത്ത് കഴിക്കലും ഇത് ശ്രദ്ധിച്ച് നമ്മ ചെരവത്തടിക്ക് ഒരു ഒറ്റടി അപ്പന്റെ തലക്ക് കിടക്കണ അപ്പം വെട്ടിയിട്ട വാഴ വന്നു. പിന്നീട് എപ്പോഴും ബർത്ത്ഡേ എന്ന് കേട്ടാലും ഉണക്കുമുന്തിരി കണ്ടാലും ഞാൻ എൻ്റെ അപ്പനെ ഓർക്കും വരും. അല്ല, ഇവിടുത്തെ പരിപാടികൾ എന്നിട്ട് ഈ റമ അവിടെ പോയി കാണുന്നില്ലല്ലോ. എന്തായാലും ജനി വരുമ്പോ നമുക്ക് അവളെ ഞെട്ടിക്കണം. ഉറപ്പ്. പിന്നെ ജീവിതം എന്താ പരിപാടി? കല്യാണത്തിന്റെ സെറ്റപ്പാ. അല്ല, ഇതിലേതാ പെൺകുട്ടി? ഈ നിൽക്കുന്ന കുട്ടി. നിനക്ക് നാണാവൂലടാ, നിന്റെ മോളാകാനുള്ള പ്രായമല്ലടാ ആ കുട്ടിക്കുള്ളത്. ചെറുക്കലായിട്ട് പറഞ്ഞു ഇവിടെ ഇത് ഈ കുട്ടിയുടെ കല്യാണമാണ് ഇന്ന്. വേറെ പയ്യനാ കിട്ടുന്നത്. ഞാൻ ഈ പെൺകുട്ടിയെ ഒന്ന് പെൺകുട്ടിയാക്കാൻ വേണ്ടി കൊണ്ടുപോവാ. ഇത് ബ്രൈഡൽ മേക്കപ്പിന് കൊണ്ടുപോവാ. അതിനിന്ന് വെള്ളിയാഴ്ച അല്ലോ, ഞായറാഴ്ച അല്ലേ? അല്ലെ, കല്യാണത്തിന് ഒരുക്കുന്ന ബ്രൈഡൽ മേക്കപ്പ്, അതിന് വേണ്ടി ഞാൻ കൊണ്ടുപോവാ. നമ്മളെ വാ വാ വാ.
ഉമ്മ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്ശേ, നമ്മ കാലത്തെ നിങ്ങളുടെ എല്ലാ മുഖത്തും ഞാനുണ്ടല്ലോ കുത്തമ്മിനാറും താജ്മഹലും പുള്ളി പണിയും പുള്ളി താജ്മഹൽ തന്നെ പണിഞ്ഞു നോക്കും. മുതലാളി എന്റെ വക ഒരു ഗിഫ്റ്റ്. കേക്കൊക്കെ മേടിച്ചു വെച്ചാ നീ മിടുക്കനാടാ. കണ്ടാ? എന്താ എഴുതിയത്? മിനി മിനി കാപ്പി വറുത്തട്. ഇങ്ങനെയാണോ എഴുതുന്നത്? മെനി മെനി ഹാപ്പി റിട്ടേൺ. അതെനിക്ക് മനസ്സിലായി, പക്ഷെ നീ എഴുതി വെച്ചേക്കണം എന്താ? ഇംഗ്ലീഷ് അറിയാത്തോണ്ടുള്ള പ്രശ്നം. ആർക്ക്? അതെങ്കിലും സമ്മതിച്ചല്ല. അതെ, അതാ. സന്തോഷം. ശ്ശേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇത് മാറ്റി എഴുതി കൊണ്ടുവരാന്ന്. നീയല്ലേ പോണത്? ഇത് തന്നെ എഴുതി കൊണ്ടുവരുള്ളൂ. മലയാളത്തിൽ എഴുതാ. മലയാളത്തിൽ എന്ത് എഴുതും? പെരുന്നാൾ ആശംസകൾ. അതിനിന്ന് റംസാനല്ല പെരുന്നാൾ ആശംസിക്കാനായിട്ട്. ആ പെണ്ണിന്റെ ബർത്ത്ഡേ ആണ്. അയ്യോ അത് എന്തായി കാണുന്നത്? കാര്യങ്ങളൊക്കെ എവിടെ എല്ലാം റെഡി, എല്ലാം ഓക്കെയാ. എന്നിട്ട് ഈ ബർത്ത്ഡേ പെങ്കൊച്ചെത്തി എത്തിയിട്ടില്ല. നമ്മള് കുറച്ച് നേരത്തെയാന്ന് തോന്നുന്നല്ലേ? അതെ 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 ആ ഇതെന്താ ഈ ബാഗില്? ഇത് ഗിഫ്റ്റാ. ഗിഫ്റ്റാ? ഗിഫ്റ്റ് നമ്മള് ബർത്ത്ഡേക്കാർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ്. ഗിഫ്റ്റ് ഗിഫ്റ്റ് അതാണ് സംഭവം എന്താ? അത് പറയല. എന്താണ്? സെപ്പറേറ്റാ. സെപ്പറേറ്റാ, ഞാൻ പറയത്തില്ല. അയ്യോ സർപ്രൈസ് എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. ഞാൻ പറയല. എന്നാന്നറിയോ, കാര്യം ഇതിന്റെ അകത്തൊരു പഴയ ചുരിദാറാ. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ആൾ അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറയട്ടെ, വേറെ ഒന്നും വിചാരിക്കരുത്. നീ ഒന്ന് ഇംഗ്ലീഷ് അറിയാൻ മേലെങ്കിൽ എന്തിനാ ഈ പുറത്ത് പറയാൻ പോകുന്നത്? എന്നാലും ഇങ്ങനെ ബർത്ത്ഡേ സ്ഥലത്തൊക്കെ അതൊക്കെ പറഞ്ഞില്ലേ മോശമല്ലേ? ബാഗിനകത്ത് എന്തായിരിക്കും? തേങ്ങാക്കൊല. തേങ്ങാക്കൊല ആവാൻ വഴിയില്ല. തേങ്ങാക്കൊലയാണെങ്കിൽ അതിന്റെ കോഞ്ഞാട്ടൊക്കെ പുറത്തുണ്ടാവില്ല. എന്റെ മുതലാളി. ആണോ? കൊള്ളാട്ടോ. ഓക്കെ 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 ഓക്കെ. അച്ഛാ മേഡം വരുന്നുണ്ട്. എല്ലാം ഒരുക്കാൻ റെഡിയല്ലേ? മേഡം വരുന്നുണ്ട്. ലിഫ്റ്റ്. ജെനിഫർ വാവയ്ക്കുന്നല്ലോ നല്ല നാള് പിറന്നാള്. ജെനിഫർ വാവയ്ക്കുന്നല്ലോ നല്ല നാള് പിറന്നാള്. ജെനിഫർ വാവേ പുന്നാര വാവേ. ജെനിഫർ വാവേ ഹാപ്പി ബർത്ത്ഡേ. അയ്യോ, ഇതൊക്കെ എന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയാണോ? അതെ എന്താ താമസിച്ച ബർത്ത്ഡേ ആയിട്ട്? അയ്യോ, ഞാൻ എല്ലാ ബർത്ത്ഡേക്കും പള്ളിയിൽ പോവും. ഇന്ന് ഞാൻ പള്ളിയിലൊക്കെ പോയിട്ടാ വന്നത്. ഞാൻ എന്നിട്ട് പ്രാർത്ഥിച്ചു എനിക്ക് നല്ല വർക്ക് എല്ലാം വരണേന്ന്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു, നിങ്ങൾക്കൊന്നും വരല്ലേന്ന്. ഞങ്ങൾക്ക് വർക്കൊന്നും വരല്ലേന്നാണോ പ്രാർത്ഥിച്ചത്? അയ്യോ, അങ്ങനെയല്ല, നിങ്ങൾക്ക് വേറെ ആപത്തൊന്നും വരില്ലേന്നാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ എന്റെ ബർത്ത്ഡേ ആയിട്ട് ദേ ഞാൻ 637 75 പൈസ കൊടുത്ത് മേടിച്ച കേക്ക് എങ്ങനെയുണ്ട്? എനിക്കോ? ഞാനേ ഈ ബർത്ത്ഡേ ഒന്നും ഇങ്ങനെയൊന്നും ആഘോഷിക്കാറില്ല കേട്ടോ. ഞാൻ എന്റെ എല്ലാ ബർത്ത്ഡേയും ഇങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി ഓരോന്ന് ചെയ്തൊക്കെയാണ് ഞാൻ ആഘോഷിക്കുന്നത്. പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടോ? പിന്നെ ഞാൻ എന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എന്താ ചെയ്തതെന്ന് ചോദിക്കേ. ഞാനേ 5 പെമ്പിള്ളേർക്ക് ജീവിതം കൊടുക്കാന്ന് പറഞ്ഞു. എന്നിട്ട് അവരുടെ കല്യാണം നടത്തി കൊടുത്തോ? കല്യാണം ഒന്നും നടത്തി കൊടുത്തില്ല. 5 പേർക്കും 5 മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അവര് മെസ്സേജിങ് ആയി, ചാറ്റിംഗ് ആയി, വീഡിയോ കോൾ ആയി, ഓരോ വഴിക്ക് അങ്ങനെ അങ്ങ് പോയി. ശരിയാ. ഈ പെണ്ണുങ്ങൾക്ക് ഫോൺ കിട്ടിക്കഴിച്ചാ പിന്നെ ജീവിതം ആയിക്കോളും. അപ്പൊ ഇനി നമുക്ക് ലേറ്റ് ആക്കണ്ട, കേക്ക് കെട്ടിയതാലോ? പക്ഷെ എന്റെ റെമോ എവിടെ? റെമോ വരാതെ ഞാൻ കേക്ക് കെട്ടിയതില്ല. റെമോ ഉണ്ടെങ്കിലേ കേക്ക് കെട്ടിയൂ. അവനൊക്കെ വരുന്നിടം വരെ മേഡം ശകലം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ആണോ? ഹാപ്പി ബർത്ത്ഡേ മേഡം. ഹാപ്പി എല്ലാ അനുഗ്രഹം ഉണ്ടാവും. കേക്ക് മുറിക്കുന്നതിന് മുമ്പ് ഗിഫ്റ്റുകളൊക്കെ കൊടുത്തേക്കല്ലേ? ഹാപ്പി ബർത്ത്ഡേ ലു യു. അല്ല ടു യു. അതെനിക്ക് കിട്ടിയല്ല. ഞാൻ പറഞ്ഞില്ല ആവശ്യമില്ലാണ്ട് ഇംഗ്ലീഷ് പറയാ. താങ്ക് യു. നമ്മള് ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ല. നമ്മളെ ഗിഫ്റ്റ് അല്ലേ കേക്ക്. ഓ സോറി, ഞങ്ങളുടെ ഗിഫ്റ്റ് ആണ് കേക്ക്. അല്ല മേഡം റെമോ എനിക്ക് ഗിഫ്റ്റ് ഒന്നും തന്നില്ല. ഉണ്ട് മേഡം. ഞാൻ അറേഞ്ച് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മേഡം ഒന്ന് കണ്ണടച്ചേ. ഒന്ന് കണ്ണടക്കേ. നിന്റെ കാര്യത്തിൽ ഞാൻ കുറെ കണ്ണടക്കുന്നോണ്ടാണ് ഇങ്ങനെയൊക്കെ ആയി പോയത്. അയ്യോ അതല്ല മേഡം, ശരിക്കും ഒന്ന് കണ്ണടക്കേ. ഞെട്ടോ? ഞെട്ടും. സർപ്രൈസാ. അടക്കി Okay, 1 2 3 തുറന്നു. താങ്ക് യു മേഡം. നല്ല രീതിയിൽ ഒന്ന് ട്രീറ്റ് ചെയ്യണം ബർത്ത്ഡേ ആയിട്ട്. അതെ, നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വക ട്രീറ്റ് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി.
അതെ നല്ല ഫുഡ് എന്തെങ്കിലും അറേഞ്ച് ചെയ്താൽ മതി അതാ നല്ലത്. അതാണ് അതെ, ബേബിച്ച correct, ആ. correct. നമുക്ക് എല്ലാവർക്കും കൂടെ എന്റെ വീട്ടിലേക്ക് പോകാം. അവിടെ ആകുമ്പോ നല്ല ഒന്നാം തരം താറാവ് പറ്റിച്ചതും പാലപ്പവും തരാം. പാലപ്പൂ അല്ല പാലപ്പം. അതെ താറാവൊന്നും നമ്മുടെ വീട്ടിലിരിപ്പില്ല തന്നെയല്ല പാലപ്പം ഉണ്ടാക്കാൻ എനിക്ക് അറിയാനും പാടില്ല. അങ്ങനെയാണ് നമുക്ക് പുട്ടും താറാവ് പറ്റിച്ചതാക്കാം. പുട്ട് ഉണ്ടാക്കാനും അറിയാൻ മേലാന്ന്. എങ്കിലും ഒക്കെ ഒരു കാര്യം ചെയ്യും 16 കൂട്ടം കറിയാട്ടി ഒരു സദ്യ അങ്ങോട്ട് അറേഞ്ച് ചെയ്യാം. നിങ്ങളുടെ 16 ഞാൻ എടുക്കും. എന്നാടി? ഇത്രയൊക്കെ സാധനങ്ങളൊന്നും അവിടെ ഇല്ലെന്ന്. പിന്നെ എന്നാ അവിടെ ഉള്ളത്? കിഴങ്ങും അവിടെ ഒരു പഴം ഇരിപ്പില്ലെന്ന്. ഓക്കെ, പഴം ഇല്ലാത്ത സ്ഥിതിക്ക് എല്ലാവർക്കും കിഴങ്ങ് പുഴുങ്ങി തരാം. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങളുടെ വീട് വല്ല ദുരിതാശ്വാസ ക്യാമ്പാണോ? കിഴക്ക് മുഴുകിയത് കട്ട ചായ തരാനായിട്ട്. എന്റെ ബർത്ത്ഡേക്ക് കിഴങ്ങ് പുഴുങ്ങിയതോ? ആ കിഴങ്ങെന്ന് ഉദ്ദേശിച്ചത് ഈ നല്ല ഒന്നാന്തരം ചൊറിയൻ ചേമ്പാ. ഇരുന്ന് കഴിച്ച ആഞ്ഞു ചൊറിയ. ജെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അടിപൊളിയായിട്ടുണ്ട് ഡ്രസ്സൊക്കെ. എന്റെ ബർത്ത്ഡേ ആയിട്ട് ഇങ്ങനെ കൈ വീശിയാണോ വരുന്നത്? ഇവരൊക്കെ ഗിഫ്റ്റ് തന്നു. ഗിഫ്റ്റ് ഒന്നും ഇല്ലേ? കൈ വീശി അല്ലാണ്ട് കാല് വീശി വരാൻ പറ്റുമോ? അതല്ല, ഗിഫ്റ്റ് ഒന്നും ഇല്ലേ എന്നാണ് ഞാൻ. പിന്നെ ഗിഫ്റ്റ് ഉണ്ടല്ലോ. എന്റെ ഗിഫ്റ്റ് എന്താണെന്നറിയോ ജെനിക്കുള്ളത്? എന്താ? ഇന്ന് ജെനിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു സെലിബ്രിറ്റി ഗസ്റ്റിന്റെ കൂടെയാണ്. താങ്ക് യു. അപ്പൊ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം അല്ലേ? ധൈര്യമായിട്ട് വിളിക്കാം. അഭിനയ രംഗത്ത് ഒട്ടേറെ വർഷത്തെ അനുഭവമുള്ള നിരവധി മികച്ച കഥാപാത്രങ്ങൾ നമ്മുടെ മലയാളികൾക്ക് സമ്മാനിച്ച ഒരാളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം KPSC ലളിത, നമ്മുടെ ലളിതാമ്മ. ചെപ്പുകിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നു കാട്ടൂലേ, മിന്നണതെന്താണയ്യ നല്ല കുന്നിക്കുരുമണി പൊന്മാല. ചെപ്പു തുറക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നു കാട്ടൂലേ. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്നെയോ കടയിൽ വന്നിട്ടുണ്ടോ? ഞങ്ങളുടെ വീട്ടില് തുണി അലക്കാൻ അമ്മ. അത് ഞാനല്ല. അയ്യോ ഇത് എന്റെ ഭർത്താവ്, ഞാൻ ഹണി, ഇത് ബേബി. ഞങ്ങൾ ഇവിടെ ബൊട്ടിക്കിന്റെ ഓണറാ. ആണോ? ഈ കോട്ട കടയിലാണോ? അല്ല, ഇത് എന്റെ അത് അലക്കാൻ തന്നവരുടെ ആരാണ്ടടെയാ? അല്ല, എന്റെ സ്വന്തമായത്. ഞാൻ ഹണി. ഹണി നോക്കട്ടെ, ഒരു മധുരവും ഇല്ലല്ലോ. എന്റെ ക്യാരക്ടറിലാണ് മധുരം, അതാണ് എന്റെ സ്വഭാവം. ഇവളെ ഇതിനെയൊക്കെ എനിക്ക് നേരത്തെ അറിയാവുന്ന. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എന്നെയോ? ആ, എവിടെയോ കണ്ടിട്ടുണ്ട്. ഇതിന്റെ ബാക്കിയാ. സുഖാണോ? ആ സുഖം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയിട്ടാണ് ലളിതമ്മ വന്നിരിക്കുന്നത് കേട്ടോ. ആണോ? ഇന്ന് നമ്മുടെ ജെനിയുടെ ബർത്ത്ഡേ ആണ്. ഓ, എത്രാമത്തെ ബർത്ത്ഡേയാ? വെളിപ്പെടുത്താൻ പറ്റില്ല, മൊത്തം കുട്ടിയാ. മൊത്തം എപ്പോ നോക്കിയാലും ഇതുപോലെ പാവക്കുട്ടിയെ മാതിരി. അതെ കേക്ക് അങ്ങ് കട്ട് ചെയ്തേക്കാം. എനിക്ക് അതല്ലേ നല്ലത്. ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ എന്റെ ബർത്ത്ഡേ ഒരു സെലിബ്രിറ്റിയുടെ കൂടെ. മനസ്സിലായി, അത് മനസ്സിലായി. എത്രാമത്തെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെയൊന്നും ഇല്ല. അറിയാം, കണ്ടറിയാം. നമുക്ക് കട്ട് ചെയ്യാം. അമ്മയും കൂടി ഒന്നിച്ച് കട്ട് ചെയ്യും. Happy birthday to you. Happy birthday to you. Happy birthday dear Jenny. Happy birthday to you. ഹണി. അയ്യോ ബേബിച്ചിന് ഷുഗർ ഉള്ളതല്ലേ? ബേബിച്ചിന് അങ്ങനെയൊന്നും ഇല്ല. ഇന്നത്തെ കുഴപ്പമില്ല. ആണല്ലേ? താങ്ക് യു. വലുതായല്ലോ, അതെന്താ? വലിയ പീസാണ്. അത് കടയിലെ കേക്ക് ഗിഫ്റ്റ് ആയിരുന്നു, അതുകൊണ്ടാണ്. അതുകൊണ്ടാ. അല്ല ലളിതമ്മ 50 വർഷത്തിലധികമായിട്ട് കലാരംഗത്തുണ്ട്. 500-ലധികം സിനിമകളും അഭിനയിച്ചു അല്ലേ? ഇപ്പോഴും വളരെയധികം ആക്റ്റീവായിട്ട് സിനിമാ രംഗത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും തിളക്കമുള്ള ഒരു കലാജീവിതം തുടരുന്നതിൽ എന്താണ് പ്രചോദനം? ദൈവം. ഒറ്റ വാക്കില്ല. ഒറ്റ വാക്ക്, അത് മാത്രമേ ഉള്ളൂ. ദൈവം നമ്മളെ അനുഗ്രഹിച്ചില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇന്ന് ഈ സ്ഥാനത്ത് നിൽക്കത്തില്ല. എൻ്റെ അമ്മയുടെ ആഗ്രഹം എന്തായിരുന്നു എന്ന് വെച്ചാല് 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഒരു തയ്യൽ പഠിപ്പിക്കുക. എന്നിട്ട് ഏതെങ്കിലും സ്കൂളിൽ, എന്നാൽ 10ാം ക്ലാസ് പാസ്സായാൽ മതി, സ്കൂളിൽ തയ്യൽ ടീച്ചറായിട്ടിരിക്കാന്ന്.
എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഹായ്, നല്ല അമ്മ. പക്ഷെ എൻ്റെ അച്ഛനാണ് എന്നെ ഒരു കലാകാരിയാക്കണം. പക്ഷെ ഇത്രത്തോളം സിനിമയിലൊക്കെ വരുമെന്നൊന്നും വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ മോളാവുമ്പോഴേ ഇറങ്ങി വാങ്ങിയത് അന്നട മാളയുള്ള ഒരു സ്ഥലമല്ലേ? അന്നടല്ല കുണ്ടന്നൂര്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കുന്നത് അന്നട നിന്റെ കാലിന്റെ ഷോട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇവിടെ കല്യാണത്തിന്റെ ഫോട്ടോ എടുക്കാൻ പറ്റും, കാലിന്റെ ഫോട്ടോ എടുക്കാനാണോ വന്നേക്കണം? എടാ പോത്തെ, ഈ വീഡിയോ കാണുമ്പോഴെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാക്കട്ടെ നിന്റെ നല്ല നടപ്പാണെന്നുള്ള കാര്യം. ഞാനെന്താ ജയിലിൽ നിന്ന് വരികയാണ് നല്ല നടപ്പ് കാണിക്കാനായിട്ട് പെണ്ണും വീട്ടുകാരെ. എനിക്ക് ടെൻഷൻ ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും. ഇനി സമയം ഉണ്ടാക്കാൻ കെട്ടിക്കാനായിട്ട് പൈസ 45 വയസ്സായിരിക്കും. പെണ്ണ് കിട്ടിയിട്ടില്ല, അറിയാവോ? നീ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലടാ. പിന്നെ ടെൻഷൻ അടിക്കല്ല. 45 വയസ്സ് 28 വയസ്സുള്ള പെണ്ണ് കാണാൻ പോയി ഇവള് പറഞ്ഞ ടെൻഷൻ അടിക്കലെന്ന്. വയസ്സ് 45, അപ്പോഴും പറയാം ടെൻഷൻ അടിക്കലേന്ന്. എനിക്ക് വയസ്സൊന്നും വിളിച്ച് പറയല്ലേടാ. എനിക്ക് 45 വയസ്സായിരുന്നു. നാട്ടുകാർക്ക് മുഴുവൻ അറിയാൻ കേട്ടായിട്ട് നിൽക്കാണ്. പൈസ വിളിച്ചു പറഞ്ഞ എന്റെ പൈസ എല്ലാവരും കണക്കൂട്ടില്ല. ഞാൻ നിന്റെ ചേച്ചിയല്ലേ? നിന്റെ വയസ്സറിയാൻ നിനക്ക് 49 വയസ്സ് കഴിഞ്ഞെന്ന് നാട്ടുകാർക്ക് അറിയാം. അയ്യോ, 49 വയസ്സുണ്ടോ? പിന്നെ 49 വയസ്സില്ലേ? കിളവിയല്ലേ നീ? ഇവിടെ പ്രായം ചോദിക്കാൻ വന്നതാണാ? പൊന്നു ഫോട്ടോ ഇടാ. അതെ മിണ്ടല്ലേ മിണ്ടല്ലേ. എനിക്ക് അമ്മയില്ലാത്ത അമ്മേ, ലളിതാമ്മ വീട് മാളിലുണ്ടായിരുന്ന എന്റെ കല്യാണമാണ്. 2000 പേര് അവിടെ വന്നിരിക്കണം ഓഡിറ്റോറിയത്തിൽ, അറിയാവോ? 12ാമത്തെ പെണ്ണാണിത്. ഇത് കൂടി മുടങ്ങിയ എനിക്ക് പിന്നെ കല്യാണം ഇല്ലെന്നാ ജോത്സ്യം പറഞ്ഞേക്കണം. അമ്മയില്ലാത്തൊരു വിധവനാണ് എന്നെ അനുഗ്രഹിക്കണം. അല്ല, അമ്മയില്ലാത്തൊരു മകനാണ് എന്നെ അനുഗ്രഹിക്കണം. ടെൻഷൻ കൊണ്ടാണ്, അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ്. വേണ്ട വേണ്ട, ചോദിച്ചില്ല, വെറുതെ തരണ്ട. അതെ അതെ അതെ, പെണ്ണിനെ വിളിക്കേ, പെണ്ണിനെ വിളിക്കേ. എനിക്ക് അന്നത്തെ ഷൂട്ട് ചെയ്യണം. രമേനെ വിളി, രമേ. വാച്ചും പോയില്ല. എവിടെ എവിടെ? കല്യാണത്തിന് 10-15 മിനിറ്റ് അല്ലേ? എവിടെ കല്യാണം വിളിക്കാൻ വന്നാ? കല്യാണം വിളിക്കാൻ വന്നല്ല. ഇപ്പോഴാണ് വരുന്നത്. അവിടെ 2-3 ദിവസം മുമ്പ് പറയട്ടെ. ഇപ്പോഴാണ് കല്യാണം വിളിക്കുന്നത്. 5 മിനിറ്റ് ഒരുങ്ങി വരാം. ഇങ്ങോട്ട് വാ. കല്യാണം വിളിക്കാൻ വന്നതല്ല. തന്റെ പേരെന്താ? എന്റെ പേര് റമോ. റമോ. എന്റെ ഭാര്യ രമേനെ വിളിക്കാൻ വന്ന. തന്റെ ഭാര്യ രമയോ? കല്യാണം കഴിഞ്ഞതാണോ? ഇല്ല, ഇന്ന് കേട്ടു. പിന്നെ എന്റെ ഭാര്യ കിടന്ന് ഒച്ച വെക്കുന്നു മേഡം ഇവര്. എന്റെ പച്ചക്കിളി. എന്റെ ഒരു കല്യാണം കഴിക്കേണ്ട പെണ്ണ് രമ അവിടെ മേക്കപ്പ് ചെയ്യാൻ വിട്ടിട്ടുണ്ട്. ഇപ്പൊ കെട്ടിന്റെ മുഹൂർത്തായി അമ്പലം ഞങ്ങൾ ഓഡിറ്റോറിയത്തിരിക്കായിരുന്നു. വരാത്തോണ്ട് ഇങ്ങോട്ട് ഒന്നും പെട്ടെന്ന് റെക്കോർഡ് കെട്ടാൻ മുട്ടി നിൽക്കണേ ഞാൻ. നിങ്ങൾ എന്തായി പറയണേ? ഞങ്ങളൊക്കെ ഭയങ്കര പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ്. ഓക്കെ, മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ്സ് അങ്ങനെ റെസ്റ്റ് ചെയ്താലേ അത് സെറ്റ് ആവുള്ളൂ. അമ്മ ഒന്ന് പറഞ്ഞു കൊടുക്കാം, അമ്മ ഇവർക്ക് മനസ്സിലാവാത്ത. 45 വയസ്സായി എന്ന് പറഞ്ഞോണ്ട് നടക്കില്ലേ കാര്യം. അതാ, നിങ്ങൾക്ക് അറിയില്ലല്ലോ, അത് ഫുള്ള് സെറ്റ് ചെയ്ത് ആ സൗന്ദര്യമൊക്കെ ഇങ്ങനെ മോൾഡ് ചെയ്ത് എടുക്കാൻ എന്തോ കല്യാണം കഴിഞ്ഞ് ഞാൻ മോൾഡ് ചെയ്തോളാം. വിളിക്ക്. എന്റെ രമ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. ഞാൻ മോനെ കല്യാണ ചേട്ടാ, ആ തലമുടി ഉണ്ടല്ലോ പശ തേച്ച് വെച്ചിരിക്കുക, അതൊന്ന് ഉണങ്ങണം. അതാണ് കാര്യം. അതൊക്കെ ഉണക്കിയില്ല, ഉണക്കില്ല മേട്ട. വിളി അളിയനും അമ്മാവനൊക്കെ അവരിപ്പ ഇങ്ങ വരും. എപ്പോ വരും എന്നുള്ളത്? അതെ അതെ, ഈ അളിയനും അമ്മാവനും വരുന്നതിനിടയ്ക്ക് നമുക്ക് ആ ഫോട്ടോസ് എടുത്താലോ? വൃത്തികെട്ടോനെ, ഇവിടെ മുഹൂർത്തം തെറ്റിട്ട് ഞാൻ കെട്ടാനായിട്ട് നിൽക്കുമ്പോൾ നിനക്ക് ഫോട്ടോ എടുക്കണ കാര്യമാണോ നിനക്ക്? അപ്പൊ ഫോട്ടോ വേണ്ടേ? ഫോട്ടോ വേണം. അല്ല, ഒരു ഫോട്ടോ എടുത്തോട്ടെ. 45 വയസ്സായില്ലേ? അതാണമ്മ എന്റെ സിമ്പിൾ എടുക്കാൻ പറഞ്ഞത്. സിമ്പിൾ എന്താണ്? സിമ്പിൾ സിംഗിള്. എനിക്ക് സിംഗിൾ അല്ല, ഗ്രൂപ്പ് എടുക്കാൻ താല്പര്യം. ഗ്രൂപ്പ് എടുക്കാനാണ് താല്പര്യം. നിക്കട്ടാ. എടി ഇങ്ങോട്ട് മാറി നിക്കടി, മണവാളം ഞാനല്ലേ. നില്ല്. ആക്ഷൻ. താനെന്തിനെ കിടന്ന് ഞെട്ടുന്നതിനാണ്? നീ എന്തിനാടാ ഇതിൽ ആക്ഷൻ പറയണത്? ഞാൻ സിനിമയിലെ ക്യാമറമാൻ ആയതുകൊണ്ടാണ് ആക്ഷൻ പറഞ്ഞത്. നീ ഇവിടെ നോക്കണ കാശ് തന്നെ ഞാനല്ല, നീ അവിടെ ആയിട്ട് സിനിമ ഉണ്ടാക്കണം. ഞാൻ പറയാൻ നിന്നോട്ടാ. നിന്നോ. പിന്നെ ആക്ഷൻ പറയണ എന്തിനാടാ? കുമ്മി ആരാണ്ട് മനസ്സിൽ തെറി പറയണ്ട. എന്റെ അപ്പനാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാണ്. ചിരിക്കേ. എടീ, ഫോട്ടോയിൽ ശബ്ദം കിട്ടൂല. വീഡിയോ ഇല്ലേ? വീഡിയോ പിടിച്ചോളാം ഞാൻ. പിടി. ചിരിക്കേ. നല്ല ചിരി. തന്നോട് അറിഞ്ഞിരിക്കാൻ പറഞ്ഞത്. കെട്ടാൻ മുട്ടി നിൽക്കണ് നീ. എന്നാ എന്താ പേരെന്താണ്? വിശ്വനാഥൻ കൊച്ചി. എടാ, എച്ചി തന്റെ പേരല്ല പറഞ്ഞത്. തന്റെ പേരെന്താ? രേഷ്മ. എത്രല്ല പഠിക്കണേ? പഠിത്തവും കാര്യങ്ങളൊക്കെ. അതെന്റെ നാത്തൂനാ, വിട്ടുകളി. നാത്തൂനാണ്. നാത്തൂൻ അങ്ങോട്ട് ചേർന്നേ. ഒരുമിച്ച് മോളിങ് വന്നേ. മോളിങ് വന്നോ? ക്യാമറ പിടിച്ചേ. ഞങ്ങൾ രണ്ടുപേരും ഒരു ഫോട്ടോ. പോയാണ് നീ അങ്ങോട്ടോ. എടി, അമ്മാവനും എന്തേടി അളിയനും എന്തേടി? നമ്മൾ ആദ്യം പോകുന്നോണ്ടല്ലേ. ഇത് റെഡിയായില്ലേ? ആരാണിത്? കൈതോല പായ വിരിച്ച് പായയിലൊരു പറ നെല്ല് പൊലിച്ച്
കല്യാണത്തിനെപ്പ വരും നിന്റെ അമ്മാവനും അളിയനും പൊന്നേ കല്യാണത്തിനെപ്പ വരും നിന്റെ അമ്മാവൻ അളിയനും പൊന്നേ ആ ഏ ഓ ആ ഏ ഓ വൺ ടു ആ ഏ ഓ ആ ഏ ഓ ഏതാ സമിതി ഇത് തോട്ടപ്പള്ളി തിയേറ്റർ നാടൻ പാട്ട് കലാസമിതി തീ പിടിപ്പിച്ച് പിടിക്കാൻ ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ എന്താണ് കാണിക്കണം ഇത്ര നീ സ്ത്രീധന കാശ് പോലും തരാണ്ട് ഇത്രയും വലിയ വെള്ളിക്കാട്ട് ഓഡിറ്റോറിയത്തിൽ കല്യാണം നടത്തണ്ട ഒരു കാര്യം ഉണ്ടായില്ലോട്ടോ ഇത് ഓഡിറ്റോറിയം അല്ല മാളാണ് മാള് ആ വാളാർന്ന് ഈ പുള്ളി മുഴുവൻ ആള് വാളാ ആ ഷാപ്പിലാണെന്നല്ലേ അപ്പുറത്തെ ഷോപ്പിലായിരുന്നു നിങ്ങൾ ദൈവത്തെ ഓർത്ത് എന്റെ കല്യാണം നടക്കാൻ 45 വയസ്സ് കഴിഞ്ഞ് നിൽക്കാണ് ഇവരവിടെ വരാഞ്ഞിട്ട് മേക്കപ്പിന് ഒരു സമയം താമസിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് കല്യാണം നടത്താന്ന് വിചാരിച്ചത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല നിനക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാകും കല്യാണ ദിവസം നീ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങണം ഇതുവരെ എത്തിയിട്ടില്ലെന്ന് പറഞ്ഞാൽ കുംഭമീശക്കാരൻ ഞാനല്ല ആ പെണ്ണ് മേക്കപ്പ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടില്ല മുഹൂർത്തം തെറ്റി ഇതോടെ കല്യാണം മുടക്കി ഞാൻ പിന്നെ എന്ത് ചെയ്യും എടാ പൊട്ടാ ഈ കല്യാണം മുടങ്ങിട്ട് നിന്നെ കാത്തൊരു പെങ്കൊച്ച് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിപ്പുണ്ടോ ഏത് പെണ്ണ് എന്റെ മോള് ഭൈമി അവള് കെട്ടി 2 പിള്ളേരുള്ളതല്ലേ അല്ല അവനിട്ടേച്ച് പോയല്ല നീ ഒരു വാക്ക് പറഞ്ഞാൽ ആ 2 പിള്ളേരെ ഉറക്കി കിടത്തിച്ച് അവൾ ഇപ്പൊ ഇവിടെ വരും ഇപ്പൊ തല ഇടിക്കാം കല്യാണം മുടക്കാൻ അളിയാ എന്നാ ഇതെന്താണ് അളിയ ഈ കാണിച്ചിട്ട് വന്നേക്കണത് ചതിയാ നീ മിണ്ടിപ്പോരുത് നീ എന്ത് ചതിച്ച് എനിക്ക് ഒറ്റ മുണ്ട് ഉടുക്കാനേ അറിയാവുന്ന ഇവനെ അറിയാം അന്റെ കല്യാണത്തിന് അവൻ ഡബിൾ മുണ്ട് മേടിച്ചാണ് ഞാൻ അവളെ കൊണ്ട് ഉടുക്കാനാണ് അളിയൊന്നും ഡീസന്റ് ആയിട്ട് ഒരെണ്ണം തൊട്ട് മേടിച്ചതല്ലേ ഡീസന്റ് നിങ്ങൾക്കറിയാമോ ഇവളല്ല എന്റെ തലയിൽ ഇരിക്കേണ്ടത് എന്റെ ജാതക പ്രകാരം വേറൊരു പെണ്ണാണ് ഞാൻ കെട്ടേണ്ടത് അറിയോ ഒരു ദിവസം ഞാൻ ഇത്തിരി കൂട്ടാൻ മേടിക്കാൻ ചെന്നാ അവരുടെ വീടിന്റെ അടുത്ത് ഞങ്ങളെ വീട്ടില് മീൻചാറ് മേടിക്കാൻ വന്ന രാത്രി 12:30 മരപ്പരയുടെ അവിടെ നിൽക്കാം 7 ദിവസം മീൻചാറ് ഇവിടെ നിന്ന് മേടിക്കണം അപ്പൊ ഞാൻ പിടിച്ച് തല വെച്ച് കൊടുത്തു അത് അങ്ങനെ തല വെച്ചെങ്കിൽ നീ അത് സ്വീകരിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഞാൻ ചുമട്ടുകാരനാണല്ലോ തലയിൽ എന്ത് വെച്ചാലും ഞാൻ ചുമക്കും ഞാൻ വലി വെച്ച് കൊടുക്കും ദൈവമേ ഞങ്ങളെ വീട്ടില് മീൻചാറ് മേടിക്കാൻ വന്ന രാത്രി 12:30 മരപ്പരയുടെ അവിടെ നിൽക്കാം 7 ദിവസം മീൻചാറ് ഇവിടെ നിന്ന് മേടിക്കണം അപ്പൊ ഞാൻ പിടിച്ച് തല വെച്ച് കൊടുത്തു അത് അങ്ങനെ തല വെച്ചെങ്കിൽ നീ അത് സ്വീകരിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഞാൻ ചുമട്ടുകാരനാണല്ലോ തലയിൽ എന്ത് വെച്ചാലും ഞാൻ ചുമക്കും ഞാൻ വലി വെച്ച് കൊടുക്കും ദൈവമേ സമാധാനപ്പെടി ഇനി 10 മിനിറ്റ് കൂടെ ഉണ്ട് മുഹൂർത്തത്തിന് നീ ഒന്ന് അടങ്ങണം എന്റെ പൊന്നുമോനെ അതെ പകുതിയായി പകുതി കിട്ടി എനിക്ക് സമയമില്ല പകുതിക്ക് വെച്ച് കേട്ടാ എടാ പൊട്ടാ അത് അർദ്ധനാരീശ്വരനാട്ടിരിക്കാ പകുതി കുഴപ്പമില്ല എനിക്ക് കെട്ടിയാ മതി ഒരു കാര്യം ചെയ്യ്. ചേച്ചി ഒന്ന് ഒരുങ്ങുവാ അയ്യോ വേണ്ട എന്തായി? ബ്രൂട്ടിഷൻ ഞങ്ങൾ ചെയ്യാറില്ല ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ കാരണന്മാരായിട്ട് തന്ന ഒരു കോലമുണ്ട് രൂപമുണ്ട് അതുകൊണ്ട് ആ ഒരു കോലോ രൂപം ഞങ്ങൾക്ക് കിട്ടണം അല്ലാതെ ബ്രൂട്ടിഷൻ ചെയ്തിട്ടല്ല ഇതൊന്നും കേട്ടോ പിന്നെ ഇത് കല്യാണം വേണ്ടി ഞങ്ങളെല്ലാം ഒന്ന് നനച്ചടിച്ച് കുളിച്ചു അതിന്റെ ഒരു രൂപം കോലം ഞങ്ങൾക്ക് കിട്ടണം അല്ലാതെ ബ്ലൂട്ടിനും ചെയ്ത് ഞങ്ങളുടെ ഫാമിലിയിൽ ആരും ബ്രൂട്ടീഷൻ ചെയ്തവരല്ല ഞങ്ങൾ കണ്ടില്ലേ വരണ്ട ഇവിടെ നിന്നു എന്നാ പെണ്ണിനെ വിട് സാരി ഉടുക്കണം പെണ്ണ് സാരി കൊടുത്തിട്ടല്ലേ കല്യാണ പെണ്ണിനെ സാരി പോലില്ലാണ്ടാ ഇതിന്റെ അകത്ത് കൊച്ചിന് കാർന്നോർ ഇവിടെ പോണ്ടാ കത്തോടങ്ങിയിട്ടില്ല കാർന്നോരന്മാരുണ്ട് ഇവിടെ തറവാട്ടി കേട്ടാ ആ കൊച്ചിന്റെ സാരി ഇത് കാർന്നോരെ നോട്ടാത്തോണ്ടാ ഞാനത് കറക്റ്റ് ചെയ്തിട്ട് വരാം എടാ സാരി ഉടുപ്പിച്ചു വരാം എടാ നിന്റെ അമ്മയ്ക്ക് ഞാനല്ലേ സാരി കൊടുത്തു കൊടുക്കുന്നേ പിന്നെ എടാ സാരി കൊടുത്തവർക്ക് നല്ല വൃത്തിക്ക് ഫ്ലീറ്റും പിടിച്ചു കൊടുക്കും ഈ ഫ്ലീറ്റ് ഞാൻ പിടിച്ചോളാം അമ്മ പിടിക്കാൻ തനിക്ക് ഫ്ലീറ്റ് പിടിക്കാൻ ഈ മുണ്ടൊന്നും പിടിക്കാൻ പറ്റാത്ത എടാ അത് പോളിഷാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല പോളിഷ് അറിയാൻ പാടില്ലേ അന്നാ കുഴപ്പമില്ല താല്പര്യമുണ്ടോ സിദ്ദിഖ് സാറിന്റെ പടത്തിലോ എന്റെ പ്രിയദർശൻ സാറിന്റെ കമ്പനിയിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കോഫി പിന്നെ അഭിനയിക്കാൻ പാടില്ല ഫോട്ടോഗ്രാഫർ തന്റെ പെങ്ങളെയാണ് ആ ചെക്കൻ എന്നിട്ട് കാണിക്കുന്നു ഞാൻ എന്ത് ചോദിക്കണമോ നീ ചോദിറോ നീ ഒരു 500 രൂപ ആറ്റുനോറ്റ് വളച്ച് എന്റെ പെങ്ങളെ വളയ്ക്കാൻ നോക്കണ തെണ്ടി ഞാൻ പറയും അമ്മാവ എന്റെ പെണ്ണ മിണ്ടിപ്പോ ഒരച്ഛനെ ഇവിടെ കാമാന്ന് മിണ്ടിപ്പോ കാർന്നോരുണ്ടാ ചത്ത് മണ്ണടിച്ചിട്ടുള്ള കാർന്നോരുണ്ടാ മിണ്ടിപ്പോ അത് ഞാൻ ഇവിടെ മിണ്ടിടും അമ്മ മിണ്ടിടും പെണ്ണിറങ്ങി പറ തുറന്ന കാര്യം പറ നിങ്ങൾ എന്റെ പെങ്ങളെ ഞാൻ കെട്ടിക്കാൻ വേണ്ടി ഒറ്റ വീക്ക് വെച്ചാണ് തെണ്ടി ഒന്നുമില്ല നിന്റെ പെങ്ങളെ അവൻ ചെറുതായിട്ടൊന്ന് വളച്ചു അമ്മാവൻ അറിയാം അതിനിങ്ങനെ കിടന്ന് വേണം നോക്കുവല്ലേ ചെയ്യേണ്ടത് പിന്നെ ഇവിടെ ഇത് ഒരു ചെറുക്കനെ വേണ്ടെങ്കിൽ അങ്ങനെ കയറാൻ പറ്റുമോ അമ്മാവ എന്റെ പെണ്ണിറങ്ങാൻ സമയം തറവാട്ടുകാരാണ് അതെ നമ്മുടെ കുടുംബത്തിൽ ഇറങ്ങുന്ന പുറത്തറിയിക്കേണ്ടായിരുന്നു നമുക്ക് നാണകം വേണ്ട ഇവിടെ ഇവൻ ചെന്ന് അവനെ അടിച്ചു അവൻ പോലീസിനെ വിളിച്ചോണ്ടോ കല്യാണം കല്യാണം മുടങ്ങി
അത് സമ്പത്തി പറഞ്ഞ് മനസ്സിലാക്കണം. അമ്മാവൻ സമാധാനായിട്ട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇവിടെ കൊച്ചു വേണ്ട പിള്ളേര് നമ്മളൊക്കെ ഈ പ്രായം കഴിഞ്ഞു വന്നത് അത് മനസ്സിലാക്കണം പറഞ്ഞു. അടിയും മഴക്കൊന്നും അല്ല അതിന്റെ. ചെല്ലി സമാധാനായിട്ട് പെണ്ണിറങ്ങാൻ സമയം ഇത് അന്തരടി അവനെ വിളിച്ചു അമ്മാവ സെക്കൻഡുകൾ നിങ്ങൾ അലമ്പല്ലേ ദൈവത്തോട് ഉണ്ടാക്കി ചെറുക ലളിതാമ്മയൊക്കെ ഇരിക്കണം അലമ്പല്ലേ. എവിടെ നിന്റെ വീട്? മുളന്തുരുത്തി മുളന്തുരത്ത് നീ കുറ്റിയം പറിച്ചു വന്ന എന്റെ ചെറുക്കന്റെ കല്യാണം മുടങ്ങണം. നിന്റെ അമ്മാവനെ തല്ലി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കലാ ഫോട്ടോ എടുക്കാൻ നീ വേണം. ചെമ്മീത്തലയാ ഇറങ്ങടാ ഇറങ്ങടാ എന്റെ മാളിൽ നിന്ന് അമ്മാനാണ് ഈ ഒരു അമ്മാനല്ലേ ഇറങ്ങടാ. ഞാൻ അമ്മാവൻ കല്യാണം വിളിച്ചിട്ടില്ല ഇറങ്ങടാ. കല്യാണം വിളിക്കാതെ വന്നേക്കെ എന്റെ കല്യാണം മുടക്കാൻ ഇറങ്ങടാ. ഞാൻ കൊടുത്തില്ല. ഇതിന് കുഞ്ഞപ്പം കൊടുത്തില്ല. അളിയൻ അമ്മാവനോട് നിങ്ങളെ പറയരുത്. നീ വെയിലിക്ക വന്നപ്പോ പിടിച്ചു കെട്ടിച്ച് എന്റെ വൈരാഗ്യല്ലടാ. നീ എന്നെ പെണ്ണ് കെട്ടാതെ ഇങ്ങനെ നിർത്തിയേക്കണം ഒറ്റ പൂരാട്ടനായിട്ട്. നീ ഇറങ്ങടാ. നിന്നെ വിളിച്ചിട്ടില്ല നീ എന്ത് വർത്താനോടാ പറയണേ? എന്റെ രണ്ട് പിള്ളേരെ തന്തടാ അത്. ആടാ. ആ രണ്ടു പിള്ളേരെ തള്ളു. ഇറങ്ങി പിള്ളേർ വന്നാക്കി വീട്ടിൽ ഇറങ്ങണം. ഒരെണ്ണം വേണ്ട എന്റെ പെണ്ണിറങ്ങി ഞാൻ തന്നെ കെട്ടിക്കോളാം. ഞാനും പോണേ. നീ പോകല്ലേ? ഞാൻ പോവും. എന്റെ കെട്ടിയില്ലാത്ത കല്യാണത്തിന് ഞാനും ഇല്ല. പോ. നീ പോകല്ലേ. പെണ്ണിന്റെ മുടി പൊക്കി കൊടുക്കാൻ പെങ്ങള് വേണം. ഞാൻ ഇല്ല. പോ. അയ്യോ മുടി പൊക്കി കൊടുക്കാൻ ആളില്ല. ഇപ്പൊ അമ്മാവനെ പിണക്കി നിർത്തിയപ്പോ എന്റെ സംഭവം മനസ്സിലായ? മുടി പൊക്കി കൊടുക്കാൻ അവള് വേണം. അമ്മാവൻ വേണ്ട. എടാ ഇതൊക്കെ പുതിയ ആചാരം വന്നത്. പിന്നെ പുതിയ ആചാരം ഞങ്ങളുടെ ഒന്നും കാലത്ത് ഇങ്ങനൊന്നും ഇല്ല. പിന്നെ മുടി പൊക്കി കൊടുക്കണ്ട അതല്ലേ കെട്ടാൻ പറ്റുള്ളൂ. നിന്റെ അമ്മായ ഞാൻ കെട്ടുമ്പോ മുടി പൊക്കി കൊടുത്തതാണോ കെട്ടിയേ? പിന്നെ അങ്ങനെ കെട്ടി സെറ്റ് തിരുപ്പൻ ഒരു താഴെ വെച്ചു, താലി കെട്ടി തിരുപ്പൻ വെച്ചു. എടാ മലപ്പ നീ ഇതെല്ലാം മാറി നിൽക്കണ. പെണ്ണിനെ വിളിക്കുന്നത് എടി പോയി പെണ്ണിനെ വിളിക്കും തെറ്റോടി. പക്ഷെ ഞാൻ ഇത് സഹകരിക്കത്തില്ല. വേറെ ആരും ബന്ധുക്കളായിട്ട് വന്നില്ല. എല്ലാരും ഓഡിറ്റോറിയത്തിൽ അമ്മാവ് സഹകരിക്കണം. അറിയാതെ ഞാൻ ഇതിൽ പറഞ്ഞെങ്കിൽ ശരിക്കണം. പെണ്ണിറങ്ങാൻ നീ സമയം ഇത്ര ആൾക്കാരുടെ മുമ്പിൽ ഞാൻ മീൻചാറ് മേടിക്കാൻ വന്നല്ലേ? അല്ലെങ്കിൽ ഞാൻ മീൻ കറി തന്നെ പ്ലീസ്. ഇത്ര ആൾക്കാരുടെ മുമ്പിൽ നീ എന്നെ ഹാസ്യവൽക്കരിച്ചാണ്. ഹാസ്യവൽക്കരിച്ച എന്നെ ഹാസ്യവൽക്കരിച്ചു. എങ്ങനെ? എന്നെ കളിയാക്കി. അയ്യോ അതിനാണ് ഹാസ്യവൽക്കരിച്ചെന്ന് പറഞ്ഞു. അമ്മാവനെ ഹാസ്യവൽക്കരിച്ചിട്ടില്ല. എന്റെ അമ്മാവനാണ്. എന്റെ അമ്മാവനാണ്. എന്റെ അമ്മാവനാണ്. ഞങ്ങൾ തറവാട്ടുകാരാ. മനസ്സിലായി, കണ്ടപ്പോ മനസ്സിലായി. അറിയാലോ അത്. എല്ലാം നല്ല കുടുംബക്കാരാണ്. പെണ്ണിറങ്ങി. ആ പെണ്ണുറങ്ങി പിന്നെ അങ്ങനെ കെട്ടു. വെള്ളം ഒഴിച്ചാ മതി. പെണ്ണിറങ്ങിയെന്നല്ല പെണ്ണിറങ്ങിയെന്നാ പറഞ്ഞത്. നിലവിളക്ക്. നിലവിളക്കം ഒന്നും വേണ്ട പോരട്ടെ പെണ്ണ് പോരട്ടെ. നിലവിളക്കം ഒന്നും വേണ്ട പോരട്ടെ പെണ്ണ് പോരട്ടെ. അത് മതി. കൊട്ടി സമയങ്ങളെ മതി. കൊട്ടൊക്കെ മതി. അതെ താലി വിട്. താലി താലി താലി. നിന്റെ കുന്നപ്പനാണോ നിർത്താൻ ഞാൻ കാര്യം പറഞ്ഞ. ഞാൻ താലി എവിടെയെന്ന്? താരി കുന്നങ്കരി ഷാപ്പിൽ ഇരിക്കുക. ഞാനല്ല അവൻ കള്ളിന് കാശില്ലാത്തോണ്ട് ഇവനാ താലിമാല എടുത്ത് പണയം വെച്ചിട്ടാണ് എനിക്ക് കള്ളി. നീ പേടിക്കണ്ട. താലിമാല അല്ല കൊടുത്തത്. പിന്നെ ഇവളുടെ പേരുള്ള മോതിരല്ലേ നമ്മൾ കൊടുത്തത്. മോളെ അത് അമ്മാവൻ പറഞ്ഞിട്ട് അവനാ ചെയ്തേ. ഞാൻ പറഞ്ഞിട്ടാ താലി കെട്ട ആദ്യം താലി ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്ന എന്റെ ജാതപ്രകാരം ഇവിടെയല്ല കെട്ടണ്ടേ, വേറൊരു പെണ്ണാണ്. ആദ്യം പെണ്ണ ഇത്. മാമ ഞാനല്ലടാ മാമ, നീയാ മാമ. കയ്യിൽ കിട്ടിയ പിന്നെ കരക്കാർ കൊണ്ടു കൊടുത്താൽ നീയാണ് മാമ. അയ്യോ ഞാൻ എന്ത് ചെയ്യും മാമ? മുഹൂർത്തം കഴിഞ്ഞല്ല. എടാ പൈമി വീട്ടിൽ കാത്തിരിക്കണം. പക്ഷേ
ഫൈമി അതാകുമ്പോ 2 കുട്ടികൾ ഫ്രീ കിട്ടുള്ള ഫോട്ടോ എടുക്കാൻ നീ വേണം വാ. ആ കുഴപ്പമില്ല. പിന്നെ ഒരു 4 മാസം ഇപ്പൊ ഗർഭിണിയാ, കുഴപ്പമില്ല. 6 പ്രശ്നമില്ല വാ. അങ്ങനെ ഒരു നല്ലൊരു കല്യാണം കണ്ടു അല്ലേ? അതെ 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 നല്ല പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സും. ആ കല്യാണം കണ്ടപ്പോഴെനിക്ക് ഒരു കാര്യം ചോദിക്കണ്ടല്ലോ ലളിതാമ്മേ. ഈ കല്യാണി കളവാണി ആ പാട്ട് ഇല്ലേ, അതൊക്കെ പാടി അഭിനയിച്ച പാട്ടുകളല്ലേ? ഇല്ല, ഞാനല്ല പാടിയത്, മാധുരിയാ പാടിയത്. പാടി അഭിനയിച്ചത്, അതായത് സ്വന്തം ലളിതമ്മ പാടിയെന്നല്ല പറഞ്ഞേ. ആ എല്ലാം ഞാൻ പാടാൻ പറയുകയാണോ എന്ന് വെച്ചിട്ട് പേടിച്ച് ഒരുപാട് ഇട്ടതാണല്ലേ വലിയ. ഓക്കെ ഓക്കെ ഓക്കെ, ആർട്ടിസ്റ്റ് എൻട്രി ബാബാ, എൻട്രി പറഞ്ഞു ബാബാ ഇങ്ങോട്ട് വാ. അതായത് മുഖത്ത് എക്സ്പ്രഷൻ വേണം. അപ്പം ഓക്കെ, റോൾ റെഡിയാണ്. ഞാൻ ടേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ ചാമ്പ്യൻ വെച്ചു കേട്ടോ. ഓക്കെ, റെഡി, 1 by 1 ടേക്ക് ഓൺ, റോളിംഗ്, ആക്ഷൻ. അത് മാറ്റി, അത് വേണ്ട. ഏത് അത് വേണ്ട, ആ സാധനം വേണ്ട. ഏത് ആ അടിക്കണം. ക്ലാപ്പ് അടിക്കാതെ പിന്നെ എങ്ങനെ അഭിനയിക്കും? അതൊക്കെ അടിക്കും, നമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ലേ, പിന്നെ ഈ ക്ലാപ്പ് അടിക്കേണ്ട കാര്യം എന്താ? ക്ലാപ്പ് അടിച്ചാലേ അഭിനയം വരാവൂ. പിന്നെ ആര് പറഞ്ഞു? അമ്മ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാണ്. ഞാൻ 5 വർഷം പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ഷൻ പഠിച്ചാണ്. ഞാനും അഭിനയം പഠിച്ചതല്ലേ. പിന്നെ എന്തിനാണ് ഇപ്പൊ നമ്മളിവിടെ വന്നേക്കണേ എന്തിനാണെന്നറിയാമോ? നമുക്ക് അഭിനയിക്കണം. നിനക്ക് നമസ്കാരം. നമസ്കാരം. അങ്ങനെ വിളിക്കില്ല, അങ്ങനെയാണ് ഒരാളെ ബഹുമാനത്തോടെ വിളിക്കും. ചേച്ചി ഒരു കാര്യം പറയാം. അല്ല, ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ അങ്ങനെ വിളിക്കുന്നത്? നമ്മളെല്ലാ സിനിമാക്കാരാണ്. എവിടുന്ന് വരുന്നവർ ആദ്യം അത് പറ. ഞാൻ ഡയറക്ടറാണ്. ഏതിന്റെ? സിനിമ സംവിധായകൻ, പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ. നിങ്ങളോ? മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ആകാൻ പോകുന്ന ഒരാളാണ്. ഓ അത് ശരി. ജാതകമൊക്കെ രണ്ടുപേരും എഴുതിയാ വന്നേക്കുന്നത്. കാര്യം പറയാം, അങ്ങോട്ട് വരണോ? ഒന്ന് വന്നിരുന്നു. ഉപകാരമായിരുന്നു. തീർച്ചയായിട്ടും. അതെ 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 അതെ. എന്താ ചോദിച്ചിട്ട് വരാം. അതെ, എന്നാലും പൂനെയിൽ നിന്നൊക്കെ വന്നവരല്ലേ? അതെ അതെ, ഭാവിയിൽ ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്യേണ്ട ഒരാളാണ്. എന്റെ പേര് ഡയറക്ടർ സോഹൻ കെ ലാൽ. സോഹൻ കെ ലാൽ. കേലല്ലോ. എന്റെ പേര് റൊണോൾഫ്. നിക്കണ്ടേ? എന്തോ റൊണോൾഫ്. എന്റെ പേര് വാവുന്നല്ലേടാ? അല്ല, ഞാൻ പേര് മാറ്റി. സിനിമയിൽ വരുമ്പോ ആ പേര് മതിയാ, സിനിമയിൽ പേര് മാറ്റണ്ടേ? അതെന്തൊരു പേരുടെ അഴുക്ക പേര്. റൊണോൾഫ് നല്ല പേരല്ലേ? വഴക്കിടുന്ന വെച്ചോട്ട് അങ്ങോട്ട് ഗുണങ്ങളുള്ള പേരാണ് റൊണോൾഫ്. എന്തൊരു ഗുണം? നാട്ടുകാർക്ക് കാറ്റും കിട്ടും, എനിക്ക് പേര് പറയുകയും ചെയ്യാം. അതങ്ങനെ നീ എന്റെ പേര് ചോദിച്ചേ. പേരെന്തരി? റൊണോൾഫ്. ഈ കാറ്റ് കിട്ടാതിരിക്കുന്നുണ്ടോ നല്ലത്? പഴയ ഭാഗം മതി കാണാൻ. അതെ, ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞാല് ചേച്ചിയുടെ മോൻ ഏതെങ്കിലും ഒരു സിനിമയൊക്കെ ഡയറക്ട് ചെയ്യണമെന്ന് അറിഞ്ഞു, സിദ്ധാർത്ഥ്. അതിപ്പോ അങ്ങനെ ഡയറക്ട് ചെയ്യാണ്ട് ഇവൻ അസോസിയേറ്റ് ആക്കിക്കൊണ്ട് സിദ്ധാർത്ഥനെ ഇപ്പോൾ ഡയറക്ട് ചെയ്യും. മനസ്സിലായില്ല. സിദ്ധാർത്ഥിനെ അസോസിയേറ്റ് ആക്കിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ വേണം ഡയറക്ടർ ആക്കിക്കൊണ്ട് ഞാൻ അഭിനയിക്കുകയും ചെയ്യാം. പടം നല്ല മൂവിയായിരിക്കും. അങ്ങനെ. അപ്പൊ ആ പ്രൊഡ്യൂസറോട് ചോദിക്കണ്ടേ? അത് പ്രൊഡ്യൂസർ എന്റെ പേര് പറയുമ്പോ ബില്ലിംഗ് ആയി. അതെ, ആ പ്രൊഡ്യൂസറുടെ അടുത്ത് നേരിട്ട് അങ്ങ് പോയി ചോദിച്ചാ പോരെ? ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. പുള്ളിയായിരുന്നു നായകൻ. ഷോർട്ട് ഫിലിമിന്റെ പേര് പതനം. ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര കമന്റ്. കണ്ടായിരുന്നു അത്? ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര കമന്റ് ആണ്. നിങ്ങളെ പതനം കാണാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോഴേ പതനമായി. സിനിമയിൽ കൂടെ ഒരു പതനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സിനിമയിൽ കൂടെ ഒരു പതനം ചെയ്യണം. ഞാനൊരു കാര്യം പറയാം. വീട്ടില് വല്ല സ്വത്തോ വല്ല ഉണ്ടെന്നൊരു അതെല്ലാം കൂടെ എഴുതി വെക്കുക, രണ്ടുപേരും കൂടെ എഴുതി വെച്ചിട്ട് ആ കാശും കൊണ്ട് പോയി ഒരു പടം അങ്ങ് ചെയ്യാം. അപ്പൊ മൊത്തം അങ്ങ് പതനം. നമ്മള് പൂനെ പഠിച്ച ആൾക്കാരല്ലേ? ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. നിങ്ങൾ ഈ ഓരോരുത്തരോട് ചോദിച്ചോണ്ട് നടക്കാതെ സ്വന്തമായിട്ട് പോയി ഒരു കാശൊക്കെ മുടക്കി ഒരു പടം അങ്ങനെ ചെയ്യുന്നത് ഇദ്ദേഹത്തിന് അഭിനയിപ്പിക്കും. സിനിമാക്കാരെ വലിയ പരിചയമില്ല. ചേച്ചിയാകുമ്പം അടുത്തും ഇല്ല കുഴപ്പമൊന്നുമില്ല. അഭിനയം കാര്യം ചെയ്യാം. പുള്ളിക്കാരൻ അഭിനയിക്കുന്നതേ ഒന്ന് എന്തെങ്കിലും ഒരു ചെറിയ ഒരു പോർഷൻ കാണിച്ചു തരാൻ പറ. കിരീടം പടം കണ്ടാണോ? അല്ലേ? അതില് അവസാനം കീരിക്കാടൻ ജോസിനെ മോഹൻലാൽ കുത്തിക്കൊല്ലത്തില്ലേ? കുത്തിക്കൊന്നതിന് ശേഷം ഇങ്ങനെ കത്തി കൊണ്ട് നിൽക്കുമ്പോ തിളഞ്ചേട്ടൻ പറഞ്ഞില്ല കത്തി താഴെയിടാ ആ ഡയലോഗില്. അപ്പൊ ആ മോഹൻലാലിന്റെ മുഖത്ത് വരുന്ന ഒരു അഭിനയം. എന്റെ അച്ഛനല്ല. വേറെ കാര്യമുണ്ട്. ഒരാൾ ചെയ്തു വെച്ച സാധനം ചെയ്ത് അവർക്ക് ഈഗോ അടിക്കില്ലേ? ഇല്ല, നീ ചെയ്തോ. നീ ചെയ്ത് കയറ്റി പോയി. ഡയലോഗൊന്നും ഇല്ല. എന്റെ അച്ഛനെ പറഞ്ഞു അടിച്ച നീ പറഞ്ഞ പോലെ പറഞ്ഞ എന്റെ അച്ഛനേട്ടാ. ഒന്ന് പറയൂ. ഇങ്ങനൊന്നും അല്ല. ലാല് നിൽക്കുന്ന എങ്ങനെ എവിടെ നോക്കുന്നത്? താഴെയാ മര്യാദക്കല്ലേ? അയ്യോ ഇതെങ്ങാനും മോഹൻലാൽ കണ്ടുകഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യും. എന്തെങ്കിലും ഒരു ചാൻസ് സംവിധാനം ചെയ്യാം. ഇത് ആദ്യം കാണിക്കുക, എന്നിട്ട് ബാക്കി അടുത്തല്ലേ പോവാം.
ഇടാ പെട്ട് കാണില്ല നീ എന്തെങ്കിലും രക്ഷപ്പെടണ്ടേ? കത്തി താഴെ ഇടാന്ന് അച്ഛൻ പറഞ്ഞ മോഹൻലാൽ എന്താ ചെയ്തതാ അതിപ്പോ കാണണം. മോഹൻലാലിനോട് ആരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്? എന്റെ പൊന്നോടപ്പറന്നോനെ നീ കത്തി താഴെയിട്, കത്തി താഴെയിട്. ഇനി മേലെ കത്തി കൈ കൊണ്ട് എടുക്കൂലെന്ന് കൈ കൊണ്ട് ഞാൻ കത്തി എടുക്കൂല. അതല്ല ഇവിടെ പ്രശ്നം, ഞങ്ങൾക്ക് ഒരു അവസരമാണ് പ്രശ്നം. ഇത് കാണിച്ച് 4 പേരുടെ അടുക്ക സിബി എടുക്കൊന്ന് കാണിക്കാം, അപ്പൊ അവസരം തരും. ഒന്ന് പോയിനേ. മനസ്സിലായി, നല്ല ഡയറക്ടറും നല്ല അഭിനേതാവും ആണെന്നുള്ളത്. അവസാനം ആഗ്രഹമുണ്ട്, ഒരു ക്ലാപ്പ് അടിച്ചോട്ടെ. ക്ലാപ്പ് കൊണ്ടുപോയി നിന്റെ അല്ല, ഭരതൻ സാറിന്റെ കൂടെയാണ് ഏറ്റവും ഹിറ്റ് പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഈസി ആണോ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ? ഭരതൻ സാറിന്റെ പടത്തിലല്ല ഞാൻ കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത്. ഭരതൻ സാറിന്റെ പടത്തിൽ കുറച്ചേ അഭിനയിച്ചിട്ടുള്ളൂ. ആണോ? പക്ഷെ ഹിറ്റ് ആണെങ്കിൽ അതെ, ഹിറ്റ് ആയിരുന്നു. ഒന്ന് അമരം, എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ പടം. പിന്നെ ചെയ്തത് വെങ്കലം. നല്ല നല്ല ക്യാരക്ടേഴ്സ് ആയിരുന്നു ചെയ്ത പടങ്ങളെല്ലാം. വെറൈറ്റി റോളുകൾ ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത് ആരുടെ പടങ്ങളാണെന്ന് വെച്ചാൽ KPSCയുടെ നാടകം വിട്ടതിന് ശേഷം സത്യനന്ദിക്കാടിന്റെ പടങ്ങളാണ്. എല്ലാ പടത്തിലും നമുക്ക് എന്തെങ്കിലും ഒരു വേഷം കാണും. അത് ഒന്നിലെ തള്ള, സാധാരണയൊക്കെ അങ്ങനെയാണോ, ഒന്നിലെ അമ്മ അല്ലെങ്കിൽ ചേച്ചി അല്ലെങ്കിൽ ചേട്ടത്തി, ഇതല്ല. ആ ക്യാരക്ടറിന് ഒരു ഭയങ്കര ചേഞ്ച് ഉണ്ടാവും. സ്വാമിയേ, സ്വാമി, സ്വാമിയേ, സ്വാമിയേ, ഹലോ സ്വാമിയേ. ഹലോ ഹലോ ശബരിമലയല്ലെന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ ഇങ്ങനെ തിരക്കി വന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് എന്നെ നല്ല വൃത്തിയായിട്ടൊരു സ്വാമി എനിക്കിട്ട് നല്ലൊരു പണി എന്നെ പറ്റിച്ച്. പക്ഷെ അതിനകത്ത് എനിക്ക് ഭയങ്കര വിഷമം എന്ന് വെച്ചാൽ എന്റെ കാശ് മുഴുവൻ പുള്ളി കൊണ്ടുപോയി. ആണോ? ഇതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെയാണ്. ചേച്ചി ഒറ്റ എന്റെ ജീവിതം മുഴുവൻ കൊട്ടിച്ചോറാക്കി, അറിയോ? എന്റെ ദൈവമേ, വർത്താനം പറഞ്ഞല്ലോ ഇങ്ങനെ. ഞാൻ നിങ്ങളെ ജന്മത്തിൽ കണ്ടിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ കൺമണി എന്ന് പറഞ്ഞ സിനിമയിൽ ചേച്ചി അഭിനയിച്ചായിരുന്നു. അതിനകത്ത് പെൺകുട്ടികളെല്ലാം അഴുക്കാണ്, ആൺകുട്ടികളാണ് നല്ലതെന്ന് പറഞ്ഞ് നിങ്ങൾ ആ സിനിമയ്ക്കകത്ത് പറഞ്ഞായിരുന്നു. അത് സിനിമ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് പ്രായമായിട്ടിരിക്കുന്ന എന്റെ അമ്മയ്ക്ക് അറിയാവോ? ഓരോ പ്രായമായിരിക്കുന്ന അമ്മമാരുടെ വീട്ടിൽ വന്ന് എനിക്ക് പറയാൻ പറ്റും. ഇതൊന്നും എനിക്കറിയത്തില്ല. എന്റെ അമ്മ അതും വിശ്വസിച്ചോണ്ടായിരിക്കുന്നത്. എന്റെ ചേട്ടന്മാരുണ്ട്, ഏട്ടന്മാർക്ക് അഞ്ചും പെൺപിള്ളേർ, മുഴുവൻ 5 പേരാണ് ചേട്ടന്മാര്, അവർക്ക് മുഴുവൻ പെൺപിള്ളേരാ. എനിക്കിപ്പോ ഉണ്ടായിരുന്നു, എനിക്ക് എന്റെ അമ്മ, എനിക്ക് എന്റെ വീട്, എന്റെ സ്വത്ത് എനിക്ക് എന്റെ മേലെ എഴുതി തരണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആൺകുട്ടി ഉണ്ടെങ്കിൽ എഴുതി തരത്തോളം എന്ന് പറഞ്ഞു. ഞാൻ പോകാത്ത ആശുപത്രികളില്ല, പോകാത്ത നേർച്ചകളില്ല, കാഴ്ചകളില്ല. ഏറ്റവും അവസാനം ഒരാൾ പറഞ്ഞു ഒരു സ്വാമിയുണ്ട്, അവിടെ ചെന്ന് പുള്ളിക്ക് കാഴ്ച വെച്ച് കഴിഞ്ഞാല് സംഭവം എന്ത് കാഴ്ച വെക്കാൻ, അല്ല ഈ പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ കാഴ്ച വെച്ച് കഴിഞ്ഞാലേ അപ്പൊ പുള്ളി എനിക്ക് അതല്ല ഞാൻ ഉദ്ദേശിച്ചതല്ല, പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൺകുട്ടി ഉണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പണിയെടുക്കുന്ന പൈസ മുഴുവനും കൊടുത്തു എനിക്കിട്ട് പിന്നെ പണി കിട്ടിയിരിക്കും. അപ്പൊ എന്നെ കണ്ടുടനെ പുള്ളി ഇങ്ങോട്ടങ്ങാണ്ട് ചാടി കയറി. ഞാനുമായിട്ട് എന്തൊക്കെ എങ്ങനെ ബന്ധം വന്നു? ചേച്ചി ആ സിനിമയിൽ അഭിനയിച്ചില്ല, ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ അമ്മയ്ക്ക്. അതുകൊണ്ട് ഞാനെന്നാ ഇതിന്റെ ക്ലൈമാക്സ് ഒന്ന് കാണിക്കാത്ത വെച്ചാൽ പിഴച്ചതല്ല, ക്ലൈമാക്സ് കാണുന്നതിന് മുമ്പ് കിടന്ന് ഉറങ്ങുകയും. എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് ആ പുള്ളി കുഴപ്പമില്ല, പിടിച്ചോളാം, കിട്ടും, എനിക്ക് എന്റെ കൈ കിട്ടും. വേണ്ട തന്നെ തപ്പി ഞാൻ ഇങ്ങോട്ട് വാ. നീ അല്ലേ ഇവിടെ? ഞാൻ ഇവരോട് ഒരു പരാതി പറയാൻ വേണ്ടി വന്നോ? നീ പറഞ്ഞോ, ഞാൻ പോവാ. ചേച്ചി താനില്ലാതെ ആവശ്യമില്ലാത്ത ഓരോ കൊടുത്ത ചേച്ചി. ഞാൻ പറഞ്ഞ സ്വാമി ഇല്ലേ, കൊടുത്ത് കേൾക്കണം. ഞാൻ പറഞ്ഞ സ്വാമി ഇവനാ. കള്ളത്തര വല്ലാതെ ഇവന്റെ കയ്യിലൊന്നുമില്ല. മഹാവൃത്തിയോടെ ഞാൻ ശപിച്ചാട്ടോ നിന്റെ ഭസ്മം കിട്ടും. ഇടിച്ചിന്റെ പരിപ്പാണ്. നിനക്ക് എന്നെ അറിയാൻ പാടില്ലാത്തത്. ചേച്ചി ഞാൻ പണിയെടുക്കുന്ന എല്ലാ പൈസ ഞാൻ കൊണ്ട് കൊടുത്തു. എന്തിനാ കൊണ്ട് കൊടുക്കുന്ന? ചേച്ചി എനിക്ക് ഒരു ആൺകുട്ടി വേണം. എന്റെ വീടിന്റെ സ്വത്ത് എനിക്ക് വേണം. നിങ്ങൾ വിചാരിച്ചല്ലേ നടക്കൂ? സ്വാമിക്ക് കാശ് കൊണ്ട് കൊടുത്താൽ നടക്കുമോ? ചേച്ചി ഇതൊക്കെ ഞാൻ ഇവനോട് ചോദിച്ചതാ. പുള്ളിയാ പറയാം എന്റെ സിദ്ധി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടി ഞാൻ ചോദിച്ചോട്ടെ, താൻ പൂജ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പൂജ എവിടെങ്കിലും വിജയിച്ചിട്ടുണ്ടോ? എവിടെങ്കിലും എന്നെ എന്ത് പറഞ്ഞു? എന്റെ പൂജ കുറ്റം പറഞ്ഞു. എന്റെ പൂജ ഞാൻ പൂജ അല്ലെന്ന് പൂജ എവിടെയും വിജയിച്ചിട്ടുണ്ടോ? പറ. ഉണ്ടോന്നോ? ഞാൻ സിനിമക്കാർക്ക് പൂജ ചെയ്യാൻ പോകുന്ന ആളാ. എവിടെ? എല്ലാ സിനിമയ്ക്കും ഞാനാ പൂജ ഞാൻ കണ്ടിട്ടില്ലല്ലോ. പണം റിലീസിന് വമ്പ ഹിറ്റ് ആയിരിക്കും. ഇടോ താൻ ആ പൂജ അതുപോലൊരു പൂജ എനിക്ക് ചെയ്തിട്ട് റിലീസിന് എന്റെ കുഞ്ഞിന്റെ കാര്യം പാളിപ്പോലായിരുന്നോ? അത് പ്രൊഡ്യൂസർ സ്ട്രോങ് ആയിരിക്കണം. കേട്ടോ സുലോചന ചേച്ചി? ലളിത തെറ്റിപ്പോയി. എനിക്ക് മഷിനോട്ടമുണ്ട്. ഈ മഷിനോട്ടത്തിൽ എനിക്ക് അറിയാൻ പറ്റും ഇവന്റെ കുഞ്ഞ് ആരാന്നുള്ളത്. ഞാൻ മഷി നോക്കാനാണ് ഇത് മേടിച്ചത്. ചെറിയ വെറ്റിലക്കകത്തേക്ക് മഷി തച്ചപ്പോ പറഞ്ഞ് ചെറുതായിട്ട് കാണാൻ പറ്റുള്ളൂ. ഞാൻ അപ്പൊ തന്നെ വട്ടയില പറിച്ചോണ്ട് വന്ന അത് മുഴുവൻ മഷി തേച്ചിട്ട് അങ്ങ് കാണിച്ചു കൊടുത്തു. അവന്റെ കൊച്ചിനെ നീ കണ്ടതല്ലേ? എടോ ഞാൻ കൊച്ചിനെ കണ്ടതാണ്. പക്ഷെ പ്രസവിച്ച് വീണപ്പോഴത്തേ അത് പെൺകൊച്ചായി പോയോ?
മഷിനോട്ടിൽ കൊച്ചു കമന്ന് കിടക്കുമെന്ന് ഞാൻ എങ്ങനെ അറിഞ്ഞു? സ്ത്രീ അല്ലെങ്കിൽ പെണ്ണെന്ന് പറയുന്നത് വീടിന്റെ വിളക്കാണ്. അഞ്ചണമാ നിന്ന് കത്തുന്നത്, 5 അണം വീട്ടില്. വഴിയെ പോകുന്നവരെല്ലാം വിളിച്ചു നോക്കിയാൽ നിന്റെ വീട്ടിലുള്ള ദീപാവലി നടക്കുവാണോ? പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ വീട്ടിൽ എനിക്കാ മുൻഗണന. അതെ, ഞാൻ കേട്ടിട്ടുണ്ട് വീട്ടിൽ. ഞാൻ വെറും ആണും പെണ്ണും കെട്ടവനാന്ന്. അല്ല, നീ ഇറങ്ങി ഇവിടുന്ന് ഇറങ്ങും. ഞാൻ ഇവനെ അവിടെ ചെന്നിട്ട് ഞാൻ നോക്കാം. ശരി, കൊണ്ടുപോ. എന്റെ പൈസ അല്ലാതെ നീ ഇവിടുന്ന് ഇറങ്ങുമല്ല. ഇറങ്ങി ലിഫ്റ്റ് ഓ, ഒരു പടം വെച്ച ഒരു വിന കണ്ടില്ലേ? ഇവിടെ മൊത്തം ഇങ്ങനെ തരികിട പാർട്ടികളാണോ വരുന്നത്? ഈ ആള് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നല്ല ആൾക്കാരൊക്കെ വരും. നേരത്തെ ഒരു കല്യാണം നടന്നില്ല. അതെ അതെ അതെ, ഗംഭീരമായിരുന്നു. നല്ല തരികിട പാർട്ടികളാണ് ഇവിടെ ഉള്ളത് മൊത്തം. ലളിതാമ്മേ, ഇപ്പോ കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സൺ ആണ്. അതിന്റെ ഈ സിനിമയുടെയും ഈ മറ്റ് തിരക്കുകളുടെ ഇടയിലൊക്കെ അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? വളരെ ചൂടായിട്ട് നന്നായിട്ട് നടക്കുന്നുണ്ട്. ഈ തിരക്കിന്റെ ഇടയിലും വരണം, നമ്മുടെ മോളിൽ ഇനിയും വരണം. തീർച്ചയായിട്ടും. നമുക്കൊരു പാട്ട് കേട്ടല്ലോ. അത് മാത്രം നമ്മൾ സംസാരിച്ചില്ല ലളിതാമ്മേ. ഇവിടെ ഒരു സെക്ഷൻ ഉണ്ട് ഇവിടെ, സുനിലും ഇക്കയും. അപ്പൊ അവര് പാടട്ടെ. പാടാം. പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിന്റെ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയും